അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടു പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. നമുക്ക് ഇന്ന് വ്യാഖ്യാനം ചെയ്യാനുള്ളത് അനാകലിത സാദൃശ്യ ചുബകശ്രീ വിരാജിത എന്നുള്ള നാമമാണ്. ചുബുകെന്നും ചിബുകെന്നും കാണാറുണ്ട്. ചിബുകം അല്ലെങ്കിൽ ചുബുകം എന്ന് പറഞ്ഞാൽ താടിയുടെ ഈ ഭാഗമാണ്, കീഴ്ചുണ്ടിന് താഴോട്ടുള്ള ഭാഗം, താടി വരെയുള്ള ഈ ഭാഗം. അപ്പൊ അതിന് വശന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രനാമം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദേവി പറഞ്ഞിട്ട് എഴുതി എന്നാണ് പറയുന്നത്. ദേവി ഒരു സിനിമയിൽ പറഞ്ഞില്ല, നീ എന്നെ ഒന്ന് പുകഴ്ത്തി എന്ന് പറയുമ്പോട്ട് പുകഴ്ത്താൻ പറഞ്ഞു എന്നാണ്. പുകഴ്ത്തുക എന്നുള്ളതല്ല, എന്നെ ദേവിയെ കുറിച്ച് എഴുതുന്ന ദേവി അതൊരു ബോറല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയല്ല. അത് അത് ശരിക്കും ദേവിക്ക് പ്രാണന്റെ എനർജിയെ ദേവിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം അത് ബൗൺസ് ചെയ്യിച്ച് ഡബിളാക്കി നമുക്ക് തരാൻ. നമ്മൾ ദേവതകൾക്ക് പ്രാണൻ കൊടുക്കുമ്പോഴാണ് ദേവതകൾക്ക് അത് ഇരട്ടിയാക്കി തരുന്ന പരിപാടിയേ ഉള്ളൂ. പ്രാണൻ നമ്മൾ കൊടുക്കണം ആരാധനയിലൂടെ, ഈ പറഞ്ഞ നവതാ ഭക്തിയിലൂടെ, അർച്ചനം, ദാസ്യം, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലൂടെ നമ്മൾ ഈശ്വരനെ എനർജി പ്രാണനെ കൊടുക്കാതെ ദേവിക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റില്ല. കർമ്മ നിയമങ്ങളാൽ ബന്ധിതമാണ് നമ്മളും ദേവതകൾ വരെ. അപ്പൊ അവിടെ ശരിക്കും ഈ കർമ്മ നിയമത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ആ കർമ്മ നിയമം, പ്രാണന്റെ സഞ്ചാരഗതികളുടെ വിഗതികളുടെ നിയമത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇത് വ്യക്തമായി വേദവും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രുതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കർമ്മ നിയമങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കർമ്മ നിയമങ്ങളായ ഈശ്വരന്റെ ആ കർമ്മ നിയമം അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളിലേക്ക് വരാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണ് നമ്മൾ ഈ എടുക്കുന്ന ഒരു രൂപമാണ് ദേവി ലളിതാ ത്രിപുരസുന്ദരിയുടെ. രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസമല്ല. ആ രൂപത്തിലൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അത് തന്നെയാണ്, ഇല്ലെന്നല്ല. അത് പക്ഷെ ആ രൂപമല്ല യഥാർത്ഥത്തിലുള്ളത്, അതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആദിപരാശക്തിയാണ്. ഇത് സുഖം, ആനന്ദം എന്നീ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അനുഭവവേദ്യമാകുന്നത്. ഈശ്വരന്റെ ചൈതന്യത്തെ അനുഭവവേദ്യമാകുന്നത് സുഖം, ആനന്ദം ഇതിലൂടെയാണ്. സുഖം ആണ് ആദ്യം ഉണ്ടാവുക, അവിടുന്ന് പിന്നെ ആനന്ദത്തിലേക്ക് വരും. എന്താ സുഖം ആനന്ദം തമ്മിലുള്ള വ്യത്യാസം? സുഖത്തിന് ദുഃഖമാകാൻ കഴിയും, ആനന്ദം അങ്ങനെയല്ല, അത് വേറൊന്നും ആവില്ല. ആനന്ദമായി കഴിഞ്ഞാൽ അത് ആനന്ദമാണ്. ഈ സുഖം നീണ്ടു നിൽക്കുന്ന എപ്പോഴും 24 hours കിട്ടുന്ന അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആനന്ദത്തിന് കാരണം വേണ്ട, കാരണം അത് നമ്മുടെ അടിസ്ഥാന നിർമ്മാണ സാമഗ്രിയാണ്, നമ്മുടെ ബേസാണ് ആനന്ദം. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്, ആനന്ദമയ കോശം എന്ന് പറയുന്നത്. അപ്പൊ അന്നമയത്തിൽ നിന്ന് ആനന്ദമയം വരെയുള്ള യാത്രയാണ്, പഞ്ചകോശ യാത്രയാണ് ഉപാസന അല്ലെങ്കിൽ ഈശ്വരാരാധന അല്ലെങ്കിൽ സമാധി വരെയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിന് പഞ്ചകോശ വ്യാഖ്യാനം, കുണ്ടലിനി വ്യാഖ്യാനം നമ്മൾ പറയുന്നത്. അപ്പൊ അന്നമയത്തിൽ നിന്ന് ആനന്ദമയത്തിലേക്കുള്ള യാത്ര. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈശ്വരന് ഈ ആനന്ദമാണ്. അതിനെ ആദ്യമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ നെഗറ്റീവ് വരും, വീണ്ടും അനുഭവിക്കും, അപ്പൊ നെഗറ്റീവ് വരും. ഈ ഇടയ്ക്ക് സുഖം, ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ് സുഖം എന്ന് നമ്മൾ വിളിക്കുന്നത്, ചുരുക്കി പറഞ്ഞ. അപ്പൊ ദേവിയെ സംബന്ധിച്ച് ദേവിയെ ഇവിടെ ആനന്ദ അനുഭവത്തെ നമുക്കുണ്ടാക്കി തരുന്നത് എല്ലാം നമുക്ക് സുന്ദരമായി തോന്നും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ത്രിപുര സുന്ദരി എന്ന് പറയുന്നത്. 3 പുരത്തിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയിലും ആനന്ദം ഉണ്ടാക്കി തരുന്നതാണ് ദേവി. ചില ആനന്ദം ജാഗ്രത മാത്രമേ ഉള്ളൂ, ചിലത് സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ, ചിലത് സുഷുപ്തിയിൽ മാത്രമേ ഉള്ളൂ. സുഷുപ്തിയിലെ പ്രജ്ഞാന ഘനം എന്ന് വേദം ഉദ്ഘോഷിക്കുന്ന
മാണ്ഡ്യൂക്യ ഉപനിഷത്ത് പറയുന്ന ആ മൂന്നാം പാദമായ സുഷുപ്തി സ്ഥാനോ പ്രാജ്ഞ, അതിനെ പ്രജ്ഞാനഘനം എന്ന് വിളിക്കുന്നു. ജ്ഞാനം ഉറഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ. അതിനെ ഭേദിച്ചുള്ള ആനന്ദമയ കോശത്തിലേക്ക് എത്തുമ്പോഴാണ് പരമമായ ആനന്ദത്തിൽ നമ്മൾ എത്തുന്നത്. അപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ആ ഉ മാ എന്ന് പറയുന്ന വൈശ്വാനരൻ, തൈജസൻ, പ്രാജ്ഞ എന്ന് പറയുന്ന മൂന്നവസ്ഥകളിലും സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. നമുക്ക് ആനന്ദം ഉണ്ടാക്കണം ദേവി. ബാക്കിയെല്ലാം ഇപ്പം ഈ ലോകത്ത് എന്തൊക്കെ സുന്ദരമുള്ളതായിട്ട് തോന്നിയാലും അത് സ്വപ്ന ലോകത്തില്ല. സ്വപ്നത്തിലും സുന്ദരമായിട്ടുള്ള സുഷുപ്തിയിലില്ല. എന്നാൽ ഈ മൂന്നും കവിഞ്ഞും ആനന്ദം ബാക്കി പിന്നെ ആനന്ദം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ദേവി എന്ന് പറയുന്നത്. അതല്ല ഏറ്റവും അടിയിൽ വരെ ആനന്ദം ഉണ്ടാവും ദേവിയെ കിട്ടിയ. ഈ മൂന്നവസ്ഥകളിലും അതിനപ്പുറം കവിഞ്ഞുള്ള അവസ്ഥയിലും ആനന്ദം ഉണ്ടാവും ദേവിയെ കിട്ടിയ. അപ്പൊ ദേവിയുടെ ഈ പൂർണ്ണ ആനന്ദകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സൗന്ദര്യം. അതായത് നമുക്ക് ഞാൻ പറഞ്ഞിട്ട് നമ്മള് ഒരാൾക്ക് സുന്ദരിയായി നോക്കുന്ന ഒരു സ്ത്രീ നോക്കി എന്ത് സുന്ദരിയാണെന്ന് മറ്റേ ആളുകൾ അയ്യേ ഇവളെയാണോ സുന്ദരിയാണെന്ന് പറഞ്ഞു, അല്ലെ ഇവനെയാണോ സുന്ദരനെയാന്ന് പറഞ്ഞത് എന്ന് പറയും അല്ലേ? പെണ്ണുങ്ങളൊക്കെ പോകുമ്പോൾ ദേ നോക്കില്ല അവനെ കണ്ട, ചെക്കനെ കണ്ട, എന്ത് രസ പോലും അവനാണ്, അയ്യേ കാട്ടുവാക്ക. എന്താ, ഒരാൾക്ക് സൗന്ദര്യമുള്ളത് വേറൊരാൾക്ക് തോന്നില്ല. അയാളുടെ ഉള്ളില് ആനന്ദത്തെ വ്യഞ്ജിപ്പിക്കുന്നു, ആനന്ദത്തെ ഉണർത്തുന്നില്ല. അത് ഒരാൾക്ക് 100% ആനന്ദം കിട്ടിയ ഒരു സിനിമ മറ്റൊരാൾക്ക് 50% കിട്ടിക്കാണും. ചിലർക്ക് 25 ഉള്ളതിന് ചിലർക്ക് ഇത് കൊള്ളത്തില്ല, ചാളിയാന്ന് പറയും അല്ലെ? പിള്ളേരൊക്കെ വലിയ കാര്യമായിട്ട് അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചോണ്ട് അടിപൊളിയാന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ ഇതൊക്കെ നമ്മളൊക്കെ 80s 90s കിഡ്സ് ഒക്കെയാണ്, നമുക്ക് ഇതൊന്നും ശ്രമിക്കുകയില്ല. പിള്ളേർക്ക് സൂപ്പറാന്ന് പറയാനൊക്കെ കൊണ്ടുപോകുന്നത് എങ്ങനെ ഉണ്ടായിട്ടില്ല അനുഭവങ്ങള്. അപ്പൊ ആനന്ദത്തെ എല്ലാവരും ഒരുപോലെ അല്ല ആനന്ദം ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനം അപ്പൊ നമ്മളിൽ ആനന്ദം ഉണ്ടാക്കുന്നത് സൗന്ദര്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നും അല്ലെ? അതിന്റെ ഗ്രേഡ് ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തിന്റെ ഗ്രേഡ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആനന്ദത്തിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര സൗന്ദര്യമുണ്ട് എന്ന് ഒരാൾ ചോദിച്ചാൽ പറയും മഞ്ജുവാരുടെ അത്രയില്ല, എന്നാ കാവ്യമാധവന്റെ പകുതി വരെ വരുന്ന ഒരു സാദൃശ്യപ്പെടുത്തി പറയാം ആ പെൺകുട്ടിയെ കണ്ട്. മഞ്ജുവാരുടെ അത്രയില്ല, എന്നത്തെ കാവ്യമാധവന് സുന്ദരി ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇടയ്ക്ക് വരും. ഇങ്ങനെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്ത് പറയും. എപ്പോഴും നമുക്ക് ഈ ഒരു പ്രവണതയുണ്ട്. ദേവിയെ താരതമ്യം ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. പശ്ചിമ്യാദിവാദികൾ കണ്ണും മൂക്കും ഒക്കെ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇതിന്റെ സൗന്ദര്യത്തോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജൈനി, സർവേശ്വരി, കൗളിനി തുടങ്ങിയ സർവരോഗഹര ചക്രത്തിലെ വിശുദ്ധി ചക്രത്തിലുള്ള നമ്മുടെ സംസാരം, ഭാഷയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവരാണ്. നമ്മൾ ജപിക്കുമ്പോഴും എല്ലാ സമയം ജപിക്കുമ്പോഴും അവരാണ് ജപിക്കുന്നത്. അപ്പൊ ഈ ദേവതകളാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഈ കവികൾക്ക് ഒന്നും വർണ്ണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തിനാ ഇവരെ കൊണ്ട് എഴുതിച്ചത്? നമുക്ക് ഭക്തന്മാർക്ക് വേണ്ടി, ഭക്തന്മാർക്ക് പ്രാണനെ കിട്ടാൻ, പ്രാണനെ ഇരട്ടിച്ചു കൊടുക്കാൻ ദേവിക്ക് ആഗ്രഹമുണ്ട്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ദേവിക്ക്. പക്ഷെ നമ്മളൊന്ന് വിളിച്ചു കൊടുക്കണ്ടേ വല്ലപ്പോഴും ദേവി? നമ്മളൊന്ന് പ്രാർത്ഥിക്കണ്ടേ? നമ്മളൊന്ന് ദേവിക്ക് പ്രാണം കൊടുക്കണ്ടേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? ദേവിയെ സ്നേഹത്തോടെ ഭക്തിയോടെ വർണ്ണിക്കുമ്പോൾ ദേവിക്ക് പ്രാണം കിട്ടും. അപ്പം അല്ലാതെ എന്നെ ഒന്ന് പുകഴ്ത്തിയേ എന്നുള്ള രീതിയിലല്ല ദേവി ഈ പറയുന്നത്. ലളിതാസഹസ്രനാമം എഴുതാൻ അവരോട് പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് ജപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ജപിക്കുമ്പോൾ ദേവിക്ക് അതിലൂടെ പ്രാണനെ സ്പന്ദിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വശന്യാദി വാഗ്ദേവതകൾക്ക് അവിടെ എത്തിയപ്പോൾ വർണ്ണിക്കാൻ വയ്യാക്ക, അതായത് അനാകലിത സാദൃശ്യം ഒന്നുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല, സാദൃശ്യപ്പെടുത്താൻ പറ്റത്തില്ല ദേവിയുടെ ചുബുകം. ഈ ചുബുകം വ്യക്തമാവുന്ന രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാകുന്നത്. അതെന്താണെന്നറിയും? അത് സൗന്ദര്യമുള്ളതായിട്ട് സൗന്ദര്യം തോന്നുന്ന അതിനകത്ത് രഹസ്യമുണ്ട്. ചുബുകം താന്നിരുന്നാൽ ഒട്ടും സൗന്ദര്യം ഉണ്ടാവില്ല. കാരണം ഹെഡ് ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നുള്ള ഫീല് ഡൗൺ ചക്രങ്ങളിലായിരിക്കും.
അപ്പൊ ആ നെഗറ്റീവ് വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളിൽ നിന്ന് ഓറ നെഗറ്റീവായിട്ടായിരിക്കും മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നത്. പ്രാണമയ കോശത്തിൽ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ഉണ്ടാക്കും. നേരെ മറിച്ച് നമ്മളുടെ ചുബുകം അല്പം പൊങ്ങിയിരുന്നാൽ ആളുകളിലേക്ക് പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ആളുകൾക്ക് നമ്മളോട് താല്പര്യം വരും. അത് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിലേക്ക്. ഒരു മിനിറ്റ്. സോറി, ഗസ്റ്റ് ഉണ്ടായിരുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കാണുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ തല നിവർന്നായിരിക്കും. എന്നെ കാണത്തില്ല, എന്റെ നോക്കണ്ട, താടിയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലാതെ ഫേസ് അപ്പായിരിക്കും. നമുക്കപ്പോ ഈ ചുബുകം താടി ഇല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിരിക്കും. സ്ത്രീകളുടെ, വിശേഷിച്ച സ്ത്രീകൾക്ക് താടി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഭംഗി തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ നമ്മൾ താടിക്ക് ഇങ്ങനെ പിടിക്കത്തില്ല, അപ്പൊ ക്യൂട്ടായിരിക്കുന്നു എന്ന് പറയത്തില്ല. അത് ഇത് ക്ലിയർ ആയിട്ട് കണ്ടാവുന്നതായിരിക്കുമ്പോൾ ഇത് ക്ലിയർ ആവില്ല. അപ്പൊ നമ്മൾ ഞാൻ എന്നുള്ള ബോധം താന്നിരിക്കും. ഇപ്പൊ നെഗറ്റീവ് എനർജികൾ അട്രാക്ട് ചെയ്യും. ഞാൻ എന്നുള്ള ബോധം ഉയർന്നിരിക്കും. ഞാൻ ചക്രത്തിലേക്ക് ഞാൻ എന്നുള്ള ഫീലിങ്സിനെ വെച്ച് ഇരുന്ന് നോക്കി നമുക്ക് വരുന്ന ചിന്തകളെ ഇപ്പൊ തന്നെ നമുക്ക് നിരീക്ഷിക്കാം. അത് ഞാൻ എന്നുള്ള ബോധം ഒരു ഫീലിങ്സ് ഹാർട്ടിൽ വെച്ചിട്ട് താന്നിരുന്ന ചെപ്പുകം താത്തി ഇരുന്ന് നോക്കുക. താന്നിരുന്ന് നോക്കുക. അത്ര സുഖമൊന്നുമില്ല. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വരാൻ തുടങ്ങും. തല താത്തിരിക്കുമ്പോൾ അങ്ങനല്ലേ നെഗറ്റീവ് ആവുന്നത്, തല താന്നല്ലേ ഇരിക്കൂ നോർമലി. അതാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ എന്നുള്ളത് ഇപ്പൊ പുരികത്തിന്റെ അവിടെ കൊണ്ടുവച്ചിട്ട് നിവർന്നിരുന്നേ, ഞാൻ എന്നുള്ള ഫീലിങ്സ് പെരികത്തിന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് നിവർന്നിരുന്നേ, ഐ എം ഹിയർ എന്ന് പറഞ്ഞ അവിടെ ഇരുന്നേ, നിവർത്തി. എന്നിട്ട് നമ്മൾ നേരെ നോക്കി, ഞാൻ എന്നുള്ള ഫീലിങ്സ് പെരികത്തിന്റെ അവിടെ നിന്നിട്ട് നമുക്ക് വിഷമിക്കാൻ പറ്റുമോ നോക്കി. അതൊരു പോസിറ്റീവ് ഏരിയ അല്ലേ? കുറഞ്ഞ വർഷം അത്രയെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണം. പുഞ്ചിരിയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ നല്ല സൗന്ദര്യം ഉണ്ടാവും നമ്മുടെ ഫേസ്. അപ്പൊ നമ്മൾ അട്രാക്റ്റീവ് ആയിരിക്കും. ഫേസ് ഒക്കെ തിളങ്ങും, ആളുകൾക്ക് നമ്മളോട് ഇഷ്ടം ഉണ്ടാവും. അപ്പം ലോകത്ത് ഒന്നിനോടും ദേവിയുടെ ചുബുകത്തോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. സൗന്ദര്യം ലഹരി സൗന്ദര്യ ലഹരി എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. ദേവി സൗന്ദര്യ ലഹരിയാണ്, സൗന്ദര്യത്തിന്റെ ലഹരിയാണ്. നമ്മൾ കള്ളൊക്കെ കുടിച്ച് നമ്മൾ ലഹരിയാവുന്ന പോലെ ആനന്ദം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് ദേവി നമ്മളെ കൊണ്ടുപോകും. അനിത പ്ലീസ്. ആനന്ദം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ദേവി ഉപാസന കൊണ്ടുപോവുകയും ഈശ്വര അനുഭവത്തെ നമുക്ക് ഒരിക്കലും ഒന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതാണ് ആനന്ദമയ കോശത്തിലെ അർത്ഥം. അതാണ്. അതായത് ബുദ്ധനും മഹാകാശ്യപനും സംഭവമുണ്ട്. അതായത് ബുദ്ധൻ ഒരിക്കൽ എല്ലാവരെയും വിളിച്ച് ക്ലാസ്സിന് എല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരുന്നു, ശിഷ്യന്മാരെന്നുള്ള കൂട്ട് തന്നെ. അപ്പോൾ ഒരു മനോഹരമായ ഒരു പുഷ്പം ബുദ്ധൻ കയ്യിൽ വെച്ച് അതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നപ്പോൾ, ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ നോക്കിക്കൊണ്ട് മണിക്കൂറുകളൊക്കെ ഒരുപാട് നേരം അങ്ങനെ അതേ നോക്കിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ മഹാകാശ്യപൻ ഉറക്കെ നല്ല രീതിയിൽ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ പുഷ്പം മഹാകാശ്യപന് കൊടുത്തു എന്നാണ്. കാരണം അദ്ദേഹത്തിനാണ് ബുദ്ധൻ ഉദ്ദേശിച്ചത് മനസ്സിലായത്. അല്ലെങ്കിൽ ആ ആനന്ദം ഷെയർ ചെയ്യപ്പെട്ടു അദ്ദേഹത്തിലേക്ക്. ഈശ്വരന്റെ ആനന്ദം. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളത് എന്താണ് എന്ന് അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു. ബീർബൽ പറഞ്ഞു, അത് ഈശ്വരാനുഭവമാണ്. കാരണം അതുമായിട്ട് ലോകത്തൊന്നിനും കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാത്തിൻ്റെ ഉദ്ദേശം ആനന്ദം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വർണങ്ങൾ കിട്ടിയാൽ ആനന്ദം ഉണ്ടാവും, രത്നം കിട്ടിയാൽ ആനന്ദം ഉണ്ടാവും, വലിയ വീട് കിട്ടിയാലും കാറ് കിട്ടിയാലും ബന്ധങ്ങൾ കിട്ടിയാലും ഒക്കെ ആനന്ദം ഉണ്ടാവും. പക്ഷെ ഇത് അതിലുമൊക്കെ കൂടിയ ഒരു വലിയ ആനന്ദമാണ് ഈശ്വരാനുഭവം. അതിനെ മറ്റൊന്നുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഓഷോ പറഞ്ഞത് എല്ലാ താരതമ്യങ്ങളും അവസാനിക്കുമ്പോഴാണ് ഈശ്വരനെ നമുക്ക് ലഭിക്കാറുള്ളത്.
നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അവരെല്ലാം രക്ഷപ്പെട്ടു, ഞാൻ മാത്രം ഇങ്ങനെ. അങ്ങനെ സ്വയം നിന്ദിച്ചുകൊണ്ട് ഒരു മനസ്സിൽ നിന്ന് ഒരിക്കലും ഈശ്വരാനുഭവവും ആനന്ദവും ഉണ്ടാകാൻ പോകുന്നില്ല. സുഖം കൂടിയാണ് ആനന്ദം ഉണ്ടാകുന്നത്. ആദ്യം സുഖം കിട്ടും. അപ്പൊ സുഖമുള്ളൊരു മൈൻഡ്, അതാണ് പുറത്തുള്ള സുഖമല്ല ഉദ്ദേശിച്ചത്. സുഖത്തിന്റെ ഒരു മൈൻഡ് നമുക്ക് ലഭിക്കണം. അപ്പൊ ആ സുഖത്തിന്റെ മൈൻഡ് ഉള്ളില് ആനന്ദം ഉണ്ടാകുന്ന ഒരു മനസ്സ് അതുണ്ടാകണമെങ്കിൽ ഈ സുഖത്തിന്റെ കമ്പാരിസൺ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവർക്കൊക്കെ നല്ല സുഖമാണ്. അപ്പൊ നമ്മൾ സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ആനന്ദത്തെയാണ് സുഖമായി തെറ്റിദ്ധരിക്കുന്നത്. നമുക്ക് സത്യത്തിൽ ഈ ആനന്ദം വേണമെന്നാണ് ആഗ്രഹം നമ്മുടെ ഉള്ളിൽ. കാരണം അത് ദുഃഖമാകാൻ ആഗ്രഹിക്കുന്നില്ല, ആനന്ദാനുഭവം ഉണ്ടാവാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് സുഖം. അത് തുടർച്ചയായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്നത് മോക്ഷാവസ്ഥ, മുക്തി എന്നൊക്കെ പറഞ്ഞത്, നിർവ്വാണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും ഈ സുഖം എന്ന ഈ അവസ്ഥ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അവന് സാമ്പത്തികം കൂടെ ഉണ്ട്, ഇടയ്ക്ക് ഈ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. സുനിതയുടെയാണോ ആരുടെ മൊബൈലായി? ആരുടെയാണ് ഈ ഓഫ് ചെയ്യാത്തത്? അല്ല, സുനിതയുടെ അല്ല, പിന്നെ ആരുടെയോ ഓഫ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഫ്ലോ തടസ്സപ്പെടുന്നുണ്ട്, ഡിസ്റ്റർബൻസ് വന്നിട്ട്. അപ്പം ഈ എല്ലാവർക്കും മറ്റുള്ളവരുടെ ആനന്ദാനുഭവങ്ങളെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ദുഃഖിക്കുകയാണ്. അവനൊക്കെ ആനന്ദം കൂടുതലാണ്, എനിക്ക് അതില്ല. അത് അവർക്കൊക്കെ എന്തോ ഉണ്ടോ അത് വെച്ചിട്ട് നമുക്ക് എന്തില്ലയോ അത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ ഒരുപാട് ബെറ്റർ ആയിരിക്കും പല കാര്യങ്ങളിലും. അത് നമ്മളെക്കാൾ താഴ്ന്നവരെ നമ്മൾ കമ്പയർ ചെയ്യില്ല. ഉപബോധ മനസ്സിൽ നമ്മളെക്കാൾ ഉയർന്നവരെ കമ്പയർ ചെയ്യുന്ന ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൈൻഡ് ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥ ഈശ്വരാനുഭവം, നമുക്ക് ആനന്ദാനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. അത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. ജപത്തിലൂടെ, ഉപാസനയിലൂടെ, ശ്രീവിദ്യ നിങ്ങൾ ജപം ചെയ്ത് വരുന്ന സമയത്ത് ഗ്രാജ്വലി ഈ ആനന്ദാനുഭവം കൂടി വരുന്നത് നിങ്ങൾക്കൊരു പക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഭൂരിപക്ഷം പല ആളുകൾക്കും അത് ബോധ്യപ്പെട്ടുണ്ടാവും. ശരിയല്ലേ? ബോധ്യപ്പെടുന്നുണ്ടോ? ചെറിയ രീതിയിൽ ഒരു ആനന്ദം നമുക്ക് പറഞ്ഞ എന്നാ എന്താന്ന് വെച്ചാൽ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പറ്റോ? ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാജ്വലി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ പതുക്കെ ഈ ആനന്ദം വളർന്ന് വരുന്നു. ഈ പ്രശ്നത്തിനെയൊക്കെ അതിജീവിച്ച് പ്രശ്നം അപ്പോഴും അവിടെ കാണുന്നു. പക്ഷെ നമ്മൾ വേറൊരു പ്ലെയിനിലേക്ക് മാറും. ആ സമാധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണത്. ഈ ആനന്ദം പതുക്കെ വരുന്നത്. പിന്നെ അത് പ്രൊമിനന്റ് ആയിട്ട് വരും, കൂടി വരും. അതൊരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അതിന് ഉപമിക്കാൻ പറ്റുന്ന ഇത് ഇതുപോലെയാണ്, ഇത് അതുപോലെയാണെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് അനുഭവിച്ചവരൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. ഇത് പറയാൻ വരുന്നവരൊക്കെ വിഡ്ഢികളായിട്ടുണ്ട്. ഈശ്വരാനുഭവത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പോകുന്നവരൊക്കെ ഭ്രാന്തന്മാരെ ആക്കി മാറ്റപ്പെട്ടിട്ടുണ്ട്. അല്ലേ? ജലാലുദ്ദീൻ റൂമിയുടെ ശരീരം ഓരോന്നായിട്ട് മുറിച്ചു മാറ്റുമ്പോഴും, ഒരു സൂഫി വര്യനായിരുന്നു, മുറിച്ചു മാറ്റുമ്പോഴും അദ്ദേഹം ചിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ എന്നെ മുറിക്കുകയാണെന്ന്. ഞാൻ മുറിക്കപ്പെടുന്നില്ല, എൻ്റെ ആനന്ദത്തെ മുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രഹ്ലാദനെ തീക്കകത്തെടുത്തിട്ടപ്പോഴും പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് നിന്നു. കാര്യം എന്താ? എൻ്റെ ആനന്ദത്തെ പൊള്ളിക്കാൻ കഴിയില്ല അച്ഛന്, ഹിരണ്യകശിപുവിനോട് പറഞ്ഞു. അല്ലേ? അപ്പൊ ഈ ആനന്ദ അനുഭവം ഈ ആനന്ദം മറ്റുള്ളവരിലേക്ക് അറിയാതെ ഷെയർ ചെയ്യപ്പെടും. നമ്മൾ ഓഫീസിൽ പോകുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, റോഡിൽ കൂടെ പോകുമ്പോഴും ഒക്കെ നമ്മളൊന്നും മിണ്ടിയില്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ആനന്ദം കിട്ടാൻ തുടങ്ങുമ്പോൾ അവർ വന്ന് നമ്മളോട് കഥയൊക്കെ പറയാൻ തുടങ്ങും. എടാ പിന്നെ ഞാനേ ഭയങ്കര വിഷമമായി പോടാ. കാരണം എന്താ? നെഗറ്റീവ് നമ്മുടെ എന്നിട്ട് അവർ നമ്മുടെ പോസിറ്റീവ് എടുക്കാൻ ശ്രമിക്കുകയാണ്, അവർ പോലും അറിയാതെ. നമുക്ക് പോസിറ്റീവ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ചക്കര ഇരിക്കുന്ന സ്ഥലം ഉറുമ്പിന് പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറയുന്ന പോലെ ഈ അനുഭവം പലർക്കും ഉണ്ടായിട്ടില്ലേ? സാധനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം മുതൽ ഉണ്ടെങ്കിൽ പറയാം ആർക്കെങ്കിലും ഒക്കെ. എന്താ ഉണ്ടാകുന്നുണ്ട് ആളുകൾ. അസൂയ. അതായത് നമ്മളിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു വിഷമം, അവർക്ക് ഒരു വിഷമം. ഇത്രയും വർഷമായിട്ട് സന്തോഷിക്കുന്നവനെ. ഓക്കെ, അസൂയ ഉണ്ടാവും. അതിപ്പോ നമ്മുടെ ഈ ആനന്ദം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് നെഗറ്റീവ് ആയിട്ട് അടിക്കുന്നത്, അവർ നെഗറ്റീവ് ആയതുകൊണ്ട്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള ആളുകളല്ല, നല്ല ആൾക്കാർക്ക് ഇതുപോലെ അവർക്ക് വിഷമമൊക്കെ ഉള്ളവർ നമ്മുടെയൊക്കെ വന്ന് പറയാൻ തുടങ്ങും. കാരണം നമ്മുടെ ആനന്ദം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു പതുക്കെ. എന്നാൽ നമുക്കും അവർക്കും പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അവരെക്കാൾ പ്രശ്നം നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ വല്ലതും കണ്ടിട്ടില്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. മറ്റു പലർക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവർ നെഗറ്റീവാണ്. അപ്പൊ ഈ ഈശ്വരീയത കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ ഗുണമാണ് ഈ പറഞ്ഞത്. ഈ അനുഭവം കൂടി വന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതാണ് സമാധി.
എനിക്ക് സമാധി അനുഭവം ഉണ്ടായ ശേഷം ഉള്ള വ്യക്തിയല്ല, അതിന് മുമ്പുള്ള അവസ്ഥ ഒരുപാട് മാറ്റമുണ്ട്. മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വ്യക്തിയില്ല, പിന്നെ ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേഷം കെട്ട് മാത്രമാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ അത്ഭുതം തോന്നും, ഇയാക്കോ, പിന്നെ ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കാണ്, നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് ചോദിക്കും. പക്ഷെ ഇത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, മറ്റൊരാളെ പോലും ഇത് പറയാം. അതാണ് ഋഷി ഇവിടെ പറയുന്നത്. നമുക്കൊരിക്കലും ആനന്ദാനുഭവം, ഈശ്വരന്റെ ആനന്ദാനുഭവം, ആനന്ദം സൗന്ദര്യം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞാൽ സൗന്ദര്യം ആനന്ദം ഉണ്ടാക്കുന്ന ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആനന്ദം എത്ര ഉണ്ടാക്കുന്നു അത് സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നു പറഞ്ഞു. അത്ര വലിയ ആനന്ദ അതിരേകം എന്നൊക്കെ പറയും അല്ലെ. അപ്പം ഒരിക്കൽ റൂമിയോട് ചോദിച്ചു, എന്താണ് ഈശ്വര അനുഭവം എന്ന് ചോദിച്ചു. പറഞ്ഞു, റൂമി പറഞ്ഞു, അതൊരു കടല് പോലെയാണ്. അപ്പൊ പിന്നെയും ചോദിച്ചു ശിഷ്യൻ, അതെങ്ങനെയാ കടല് പോലെ എന്ന് പറഞ്ഞു? കടല് പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും മറ്റേ സൈഡ് കാണുന്നില്ല, അതിങ്ങനെ പറന്ന് കിടക്കുക. അതൊരിക്കലും അതിന്റെ അറ്റം മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഈ ആനന്ദ അനുഭവം ആണ് ഈശ്വരൻ. അത് ആദ്യം മുതലേ നമ്മുടെ ബോധം കൂടുന്നതിലൂടെ, പ്രാണം നിയന്ത്രിക്കപ്പെടുന്നതിലൂടെ ആണ് ഇത് സംഭവിക്കുന്നത്. വ്യക്തമായ കാരണമുണ്ട്, അല്ലാതെ ചുമ്മാ അങ്ങ് ആനന്ദം പൊട്ടി പുറപ്പെടുക എന്നുള്ളതല്ല. അത് നമ്മുടെ ആനന്ദം ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ആ ഈശ്വരൻ ആനന്ദമായതുകൊണ്ട് ആനന്ദം ലഭിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പ്രപഞ്ച സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. അപ്പൊ ഈ സൗന്ദര്യം, ഈ ആനന്ദം കൂടി വരുന്നതനുസരിച്ചിട്ട് മറ്റുള്ളവരിൽ പോസിറ്റീവ് കണ്ടെത്താൻ തുടങ്ങും. എല്ലാം നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ അല്ലേ. എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്ന ആൾ ഈശ്വര ഉപാസന സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത്ഭുതകരമായി പറയാൻ തുടങ്ങുന്നു, അയ്യോ എൻ്റെ മാതാപിതാക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു, അവരല്ലേ എൻ്റെ എല്ലാം, അല്ലെ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, നല്ലതായിട്ട് തോന്നണം, അവരുടെ നല്ല ഗുണങ്ങൾ കാണാൻ തുടങ്ങും. ഇത് ദേഷ്യം കൺട്രോൾ ആവുന്നു. ഒരുപാട് ആളുകൾ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ ഇവിടെ ഗ്രൂപ്പിൽ തന്നെ എന്നോട് പറഞ്ഞു, സാറേ ഇപ്പം ദേഷ്യമൊക്കെ പോയി, ഇങ്ങനെ പോയി എന്നറിയില്ല, എവിടെ പോയി എന്നറിയില്ല. എന്താണ് ഈ ആനന്ദം വരാൻ തുടങ്ങി? ആനന്ദമുള്ള ഒരാളെ ദേഷ്യപ്പെടുത്താൻ പറ്റുമോ? കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അനാകളുടെ സാദൃശ്യപ്പെടുത്താൻ പറ്റാത്ത ദേവിയുടെ ചുബുകം, ആനന്ദം അല്ലെങ്കിൽ ചുബുകം, അത് ഐശ്വര്യം കൊണ്ട് പരിലസിക്കുന്ന ഒരവസ്ഥയിലുള്ള അനാകല സാദൃശ്യ ചുബുക ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം, വിരാജിത, അങ്ങനെയുള്ള ഐശ്വര്യം കൊണ്ട് ഐശ്വര്യം നിറഞ്ഞ അവസ്ഥയിൽ പരിലസിക്കുന്ന ചുബുക ചുബുകമുള്ള ാണ് ആദിപരാശക്തി. അതിനോട് ലോകത്തൊന്നിനും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത് പഞ്ചദശാക്ഷരിയിലെ വാഗ്ഭവകൂടം ഇവിടെ കഴിയും ലളിതാസഹസ്രനാമത്തിൽ. ഇനി ബാക്കി താഴോട്ടുള്ള മധ്യകൂടം, ശക്തികൂടമാണ് വർണ്ണിക്കാൻ പോകുന്നത്. കാരണം മന്ത്രശാസ്ത്രവും പ്രാണ എല്ലാം ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം ഇവർ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വാഗ്ഭവകൂടത്തിന്റെ പ്രാണ ശരീരത്തിലുള്ള കാര്യം പറയുമ്പോൾ വാഗ്ഭവകൂടത്തിലെ മന്ത്രം പ്രാണനുമായി ബന്ധപ്പെട്ടുണ്ട്. വാഗ്ഭവകൂടം ഇവിടെ തീരുകയാണ്. പ്രാണമയകോശത്തിലെ അർത്ഥമാണ് ഈ പറയുന്നത്. അപ്പൊ ആ വാഗ്ഭവകൂടത്തിൽ നിന്നുള്ള ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാകും എന്നും ഇവിടെ ദൃഷ്ടി ധ്വനിപ്പിക്കുന്നുണ്ട്. ശിവകാമേശ്വരങ്ങൾ സൗന്ദര്യ ലഹരിയില് 67-ാമത്തെ ശ്ലോകം, കരാഗ്രേണ സൃഷ്ടം തുഹി നഗിരിണ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകത്തില് പറയാണ്, ഈ ശംഭു ശിവന്റെ കരാഗ്രം കൊണ്ട് ഇത് പൊക്കിയിട്ട് ദേവിയുടെ അധരം നുകരാൻ വേണ്ടിയിട്ട് ശിവകാമേശ്വരൻ ദേവിയുടെ ഈ ചുബുകത്തിൽ പിടിച്ചിട്ട് ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തപ്പെടാറുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അപ്പോൾ ഉള്ള ആ ദേവിയുടെ ആ അനുഗ്രഹം, ആ ഭാവം, ആ ആനന്ദം, അതിന്റെ ഭംഗി, അതിന്റെ ശോഭ, അതിന്റെ ഐശ്വര്യം എങ്ങനെ വർണ്ണിക്കുമെന്ന് ആചാര്യൻ ചോദിക്കുകയാണ്, ആചാര്യസ്വാമി. അപ്പൊ അവിടെ എന്താണ്? ആനന്ദം പ്രവഹിക്കുന്ന ഒന്നാണ് ദേവിയുടെ ചുബുകം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്കിതിനെ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ താരതമ്യങ്ങൾ ഒഴിവാക്കുക ഏറ്റവും പ്രധാനം.
എൻ്റെ ദേവതയാണ് ഏറ്റവും നല്ലത്. ഗണപതിയാണോ സുബ്രഹ്മണ്യനാണോ നല്ലത്, ഭദ്രകാളിയാണോ ഇങ്ങനെയുള്ള താരതമ്യങ്ങൾ, ദുർഗയാണോ ഭദ്രകാളിയാണോ കൂടുതൽ ശക്തി, ഇങ്ങനെയുള്ള ഒരുപാട് മണ്ടൻ ധാരണകളും താരതമ്യങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഇതൊക്കെ ഏത് ദേവതയാണോ നമുക്ക് സിദ്ധി വരുന്നത് ആ ദേവതയാണ് ഏറ്റവും ഗുണകരമായി നമുക്ക് ഭവിക്കുന്നത്. അത് ഈശ്വരൻ നമ്മളിലേക്ക് വരാൻ, പ്രാണമയ കോശത്തിൽ ഈശ്വരൻ നമ്മളിലേക്ക് വരാൻ ഒരു കാരണം എന്നേ ഉള്ളൂ. ആ ദേവതയുടെ ഫിഗറും ആ ദേവതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന നിർവചനങ്ങളും. ഈ അമ്പലത്തിനാണോ ശക്തി, ആ അമ്പലത്തിനാണോ ശക്തി, അങ്ങനെയല്ലത്. ആ ഒരു ദേവത സിദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ഏത് ദേവതയെ ഭജിച്ചാലും നമുക്ക് ഈശ്വരാനുഭവത്തിലേക്ക് എത്താം. അതിനകത്തിലേക്ക് ഗുണകർമ്മങ്ങൾ ചേരുമ്പോഴാണ് കർമ്മഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മാത്രം. ഒരു ആഭിചാരം ചെയ്യുന്ന ദേവതയെ കൊണ്ട് ആളുകൾക്കെല്ലാം അനുഗ്രഹം ചെയ്യുവാണെങ്കിൽ ആ ദേവത നല്ലതല്ലേ? അല്ലെ, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ദേവതയെ കൊണ്ട് നമ്മൾ ആഭിചാരം ചെയ്താൽ, സാത്വിക ദേവതയായ വിഷ്ണു, ആ വിഷ്ണുവിനെ കൊണ്ട് ആഭിചാരം ചെയ്താൽ അത് ദോഷമായിട്ട് വരില്ലേ? അപ്പൊ അവിടെ കർമ്മഫലം ഇയാളെയും പിടിക്കില്ലേ? മറ്റുള്ളവർക്കും ദ്രോഹമായിട്ട് വരില്ലേ? അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള ദേവതാ രൂപങ്ങളിൽ, അന്നമയ കോശത്തിലുള്ള രൂപങ്ങളിൽ മയങ്ങാതെ ആ ദേവതകളുടെ രൂപങ്ങൾ സ്വപ്നത്തിൽ ദർശനം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് രാത്രി 2 മണിക്ക് ശല്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഉറക്കമില്ലാതിരിക്കുക. അപ്പോഴാണ് ഈ കണ്ട ഭ്രാന്തൊക്കെ വിളിച്ചു പറയാം. അങ്ങനെയല്ല ഈ ദേവത അനുഭവം, അങ്ങനെയല്ല. നിങ്ങളുടെ ഒരു ദേവത നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട, ത്രിപുരസുന്ദരി പ്രത്യക്ഷപ്പെട്ടാലും പറയണം, ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ത്രിപുരസുന്ദരിയോട് പറയണം. കാരണം എന്താ? ദേവി രൂപമുണ്ടെങ്കിൽ അത് ചെറുതായി പോയില്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന രൂപം അത് നമ്മളെക്കാൾ സത്യത്തിൽ ചെറുതായ ഒന്നാണ്. അത് ലിമിറ്റഡ് ആണ്. രൂപമുള്ളപ്പം ഇനിയും എന്തായാലും സൂര്യനാണെങ്കിൽ ലിമിറ്റഡാണ്. കാരണം ആയിരക്കണക്കിന് ഗാലക്സികൾ ലോകത്ത്, കോടിക്കണക്കിന് സൂര്യന്മാരുണ്ട്. അതിൽ ഏറ്റവും ചെറിയ സൂര്യനായിരിക്കും നമ്മുടെ സൂര്യൻ. അപ്പൊ പിന്നെ ദേവി അതിലൊക്കെ വലുതാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അനേക കോടി ബ്രഹ്മാണ്ഡ ജന്യനമാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പെണ്ണായിട്ട് ഒരാണായിട്ട് ചുരുക്കി കഴിഞ്ഞാൽ തീർന്നില്ലേ? അതിന്റെ പവർ മൊത്തം പോയില്ലേ? പവർ കുറഞ്ഞ ഒരു ത്രിപുരസുന്ദരിയെ നമുക്ക് ആവശ്യമുണ്ടോ? പവർ കുറഞ്ഞ ഒരു ഭദ്രകാളിയെ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്കൊരു കണക്ഷന് വേണ്ടിയാണ് ഇത് വെക്കുന്നത്. അപ്പൊ താരതമ്യം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയാൽ അത് ചെറുതാകില്ലേ? അല്ലേ? പ്രാണമയ കോശത്തിൽ നമുക്ക് ഫാൾട്ട് ഉണ്ടാവും, മനോമയ കോശത്തിൽ കുടുങ്ങിപ്പോവും. ആ മനോമയ കോശത്തിൽ കുടുങ്ങി പോവാതിരിക്കാനാണ് ഋഷി ഇങ്ങനെ പറയുന്നത്. കാരണം മനസ്സിൽ നാമരൂപങ്ങളുണ്ട്. ആ നാമരൂപങ്ങളിലേക്ക് നമ്മൾ ദേവതയെ കമ്പയർ ചെയ്യുമ്പോൾ രൂപരഹിതമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റാതെ നമ്മളെ ചുരുക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ദേവിയുടെ കണ്ണ് വർണ്ണിച്ചു, മൂക്ക് വർണ്ണിച്ചു, തല വർണ്ണിച്ചു, നെറ്റി വർണ്ണിച്ചു, അത് വർണ്ണിച്ചു, ഇത് വർണ്ണിച്ചു, എല്ലാം പല്ലുകളെ വരെ വർണ്ണിച്ചിട്ടും ചുവകത്തിനെ വർണ്ണിക്കാൻ എന്തെല്ലാം കിട്ടും വേണമെങ്കിൽ, അല്ലേ? താടി, മനോഹരമായ താടിയോട് ഉപമിപ്പിക്കാൻ പറ്റുന്ന എന്തെല്ലാം സാധനങ്ങൾ ലോകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഋഷി അവിടെ എത്തിയപ്പോ പഴിക്കെ കൊണ്ട് കലവടച്ച വിട്ട് നമ്മളെ ഒരു രൂപമില്ലായ്മയിലേക്ക് തള്ളിയിട്ടു, അദ്വൈതത്തിലേക്ക് തള്ളിയിട്ടുവാണ്. അതാണ് സത്യം എന്നുള്ളത് കൊണ്ട് ഒരു സാധകൻ അവിടെ കുടുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടം വരെ ഇങ്ങനെ പറഞ്ഞ് അത് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മുടി ഇങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞ് വാഗ്ഭവകൂടം തീരാനായപ്പോഴത്തേക്കും ഒരൊറ്റ അടി നമ്മുടെ അഹങ്കാരത്തിനിട്ട്. നമുക്ക് ഇതൊക്കെ കേട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ള ഒരു അഹങ്കാരത്തിലേക്ക് നമ്മൾ വരിക. ദേവി ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്, ഈ രൂപത്തിൽ കുടുങ്ങി ഒരു രൂപം ഉണ്ടാക്കിയ മനസ്സ് നമ്മളെ ഇങ്ങനെ ഭ്രമിപ്പിച്ച് ദേവിയുടെ രൂപം ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു രൂപം ഉണ്ടായി ഇങ്ങനെ വന്നപ്പോ അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നുള്ള ഒറ്റ അടി അങ്ങ് അടിക്കുകയാണ്. ചുബകത്തിനോട് ഉപമിക്കാൻ ലോകത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് അദ്വൈതത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഈ മണ്ടൻ ധാരണകളൊക്കെ പോയി. അപ്പൊ ഇത്രയും നേരം എന്ത് പടി പറഞ്ഞത്? അതൊക്കെ നിനക്ക് മൈൻഡിന് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഉള്ളൊരു സംഭവം. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം, ആനന്ദം ഉണ്ടാകുന്ന, സന്തോഷം ഉണ്ടാകുന്ന എന്തൊക്കെ കാണുമ്പോഴാണോ അതൊക്കെ വെച്ച് നിനക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊന്നും അല്ല ദേവി. ദേവിയെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ രൂപത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സംഭവം ഇല്ലാതെ പോയത്, നമ്മുടെ ഋഷിമാർക്കുള്ള ഈ ബുദ്ധി മറ്റു പല റിലീജിയനിലുള്ള ആളുകൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് തോക്കുമായിട്ട് വെടിവെക്കാൻ പറ്റും. അപ്പം ഡയറക്റ്റ് എടുത്ത് ചാടി ഈ കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടെ ഋഷി അങ്ങനല്ല. ആദ്യം മുതൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൈപിടിച്ച് ഒന്നുമില്ലായ്മയിലേക്ക് തള്ളിയിടുന്നത്. അപ്പോഴും നമ്മൾ വിഷമിക്കേണ്ട. കാരണം
ഇനി നമ്മൾ താഴെ വീണാലും ദേവിയുടെ രൂപത്തിൽ തങ്ങി നിൽക്കും. അതുകൊണ്ട് ദേവിയായിട്ടുള്ള ബന്ധം വിട്ടുപോകത്തില്ല. മറ്റേത് ഒന്നുമില്ലാത്തവരോട് പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ ആകെ വട്ടായി പോകും. അപ്പൊ നമുക്ക് ആശ്രയിക്കാൻ ദേവി അമ്മ എന്ന് പറഞ്ഞ രൂപം കിട്ടുകയും ചെയ്തു. എന്നാൽ അതല്ല ഫൈനൽ എന്ന് പറഞ്ഞു വെക്കുകയാണ്. മന്ത്രസ്വരൂപിണിയായ ആദിപരാശക്തിയുടെ വാഗ്ഭവകൂടത്തിന്റെ വർണ്ണന ഇവിടെ കഴിയുന്നു. നാളെ മുതൽ മധ്യകൂടം കാമരാജകൂടം ആരംഭിക്കുന്നു. ദേവിയുടെ എല്ലാ അനുഗ്രഹവും എല്ലാ സാധകർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീമാതേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഒരു നിമിഷം നമ്മുടെ എല്ലാ പേരിട്ടിരിക്കുന്ന എല്ലാ ദേവീ സാധകർക്കും ഉപാസകർക്കും ദേവി ഉപാസകർക്കും, നിങ്ങൾക്ക് നമ്മൾ ഈ ഗ്രൂപ്പിൽ ശ്രീവിദ്യോപാസകർ മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള ദേവിയെ ഭജിക്കുന്ന ദേവിയുടെ മക്കളുണ്ട്. അവരെല്ലാം വ്യത്യാസമൊന്നുമില്ല. ശ്രീവിദ്യോപാസകർ ഇവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ദേവിയുടെ മക്കളാണ്. അപ്പോൾ അവർക്കെല്ലാം എല്ലാ തരത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇവരുടെയൊക്കെ ആഗ്രഹങ്ങൾ തീർക്കട്ടെ. അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ നടക്കട്ടെ. അതുപോലെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ തീരട്ടെ, ദുരിതങ്ങൾ തീരട്ടെ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനുവേണ്ടി ഒരു നിമിഷം ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. നമുക്ക് ആരംഭിക്കാം. ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ലളിതാംബാ ഗുരുപാദുകം പൂജയാമി തർപ്പയാമി. ഓം ഗം ഗണപതേ നമഃ. ഓം പരാശക്തി നമഃ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ഠുപ്ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരീ ദേവതാ ശ്രീമദ് വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദരി പ്രസാദ സിദ്ധിദ്വാര സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ ധ്യാനം. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാ നായകശേഖരം സ്മിതമുഖീമാപീനവക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥം വികസിതവദനം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസദ്ധേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്തം സതതമഭയദം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികം സമന്തഹസിദേക്ഷണം സശരചാപപാശാങ്കുശം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരം ജപാകുസ്മഭാസുരം ജപവിധൗ സ്മരേദംബികം. അരുണാം കരുണാതരംഗിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനിം. ഓം ശ്രീമാത്രേ നമഃ. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂതാ ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമച്ച ബ്രഹ്മാണ്ഡമണ്ഡല ചമ്പകാശോകപുന്നാക സൗഗന്ധികലസത്കച കുരുവിന്ദമണിശ്രേണി കനക്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷക വദനസ്മരമാംഗല്യഗൃഹതോരണ ജില്ലിക വക്രലക്ഷ്മീ പരീവാഹ ജലംബീനാഭലോചന നവചമ്പക പുഷ്പാഭനാസാദണ്ഡവിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരാം കദംബമഞ്ജരി ക്ലിപ്തകർണപൂര മനോഹര താടങ്കയുകളീഭൂത തപനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലെ ഭൂ നവവിദ്രുമബിംബ ശ്രീനകാരിരതനക്ഷതാം ശുദ്ധവിദ്യാങ്കുരാകാരദ്വിജ പങ്ക്തിദ്വയോജ്വല
കർപ്പൂരവീലികാമോദ സമാകർഷത്തിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത ഗച്ഛവി മന്ദസ്മിത പ്രഭാപൂരമച്ചത്താമേശ മാനസ അനാകലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത ഗന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നദ്രൈവേയ ചിന്താകാലോലമുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്ഥലി നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയി ലക്ഷ്യരോമലതാധാരതാ സമുന്നേയ മധ്യമ സ്തനഭാരതളൻ മധ്യ പട്ടബന്ധവലിത്രയാം അരുണാരുണ കൗസുംഭ വസ്ത്രപാസ്വത്തടീതടി രത്നകിങ്കിണികാരമ്യ രശനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർഗവോരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതാം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢകുൽഫാ കൂർമ്മ പൃഷ്ട ജിഷ്ണു പ്രവജാന്വിത നഖദീതി സംഛന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യശേവതി സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമന്നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവതോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പൽക്കരീ സമാരൂഢ സിന്ദൂര പ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വ കോടി കോടി ഭ്രാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ജയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡദാതാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രഹാരമധ്യകാം ഭണ്ഡസൈന്യവതോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപനിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാ വിരചിത വിശങ്കവധദോഷിതാം വിശുക്രപ്രാണഹരണവാരാഹി വീര്യനന്ദിത കാമേശ്വരമുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനതോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സപണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്കൃത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവന ഔഷധി ശ്രീമദ് വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖഭംഗജ കണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തി കൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേവര കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി കുലാംഗന കുലാന്തസ്ഥാ കൗളിനി കുളയോഗിനി അകുളാ സമയാന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥാ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി കടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തുധനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാഭയാവഹ ശാംഭവി ശാരദാരാധ്യ ശർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരച്ചന്ദ്ര നിഭാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നീരാകാരാഗമഥന നിർമ്മദാമതനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി
നിഷ്ക്രോധാ ക്രോധശമനി നിർലോഭാ ലോഭനാശിനി നിസ്സംശയാ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപാ നിരാബാധ നിർഭേദാ ഭേദനാശിനി നിർനാശാ മൃത്യുമദനി നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ നിസ്തുലാ നീലചിഗുരാ നിരപായ നിരത്യയ ദുർലഭാ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരീ ചതുഷ്ഷഷ്ടിപചാരാഢ്യ ചതുഷ്ഷഷ്ടികലാമയീ മഹാചതുഷ്ഷഷ്ടികോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാനഘനരൂപിണി ധ്യാനധ്യാതൃധ്യേയ രൂപാ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വബന്ധി തൈജസാത്മിക സുപ്താ പ്രാജ്ഞാത്മികാതുര്യ സർവാവസ്ഥാ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപാതിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരീ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മകീട ജനനീ വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാരൂപ നിഗമ പുണ്യാ പുണ്യഫലപ്രദ ശ്രുതിശീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുദ്ധി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ശ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞീ രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണകിങ്കിണി മേഖല രമാരാഗേന്ദുവദനാരതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമാരമണലംബട കാമ്യാ കാമകലാരൂപാ കദംബകുസുമപ്രിയ കല്യാണി ജഗദീകന്ത കരുണാരസസാഗര കലാപതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാ വന്ദ്യാ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക പശുപാശ വിമോചിനി സംഹൃത ശേഷഭാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യ തമോപഹ ചിതിസ്കൽപത ലക്ഷ്യാർത്ഥ ചിദേകര സ്വരൂപിണി സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യച്ചിതീരൂപാ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീ രൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യാണപീഠ നിലയാ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത
സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദതമോ ഭേദഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചരാം ചിച്ഛക്തിചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസീമ മഹിമ നിത്യയൗവനാമതശാലിനി മതഭൂർണിതരക്താക്ഷി മതപാടല ഗണ്ഡഭൂ ചന്ദനദ്രവ ദിഗ്ധാംഗി ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര ഗുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗ തൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർമതിർധൃതി ശാന്തി സ്വസ്തിമതി കാന്തിർനന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയനാലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മനയാ ജലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാസുരനായിക കാലകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്ര നിലയ രക്തവർണ ത്രിലോചന ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയാപശ്ലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃതാടാകിനീശ്വരി അനാഹതാബ്ജ നിലയ ശ്യാമാഭാവതനദ്വയ ദംശ്രോജ്വലാക്ഷമാലാധിതരാരുധിര സംസ്ഥിത കാളരാത്രിയാദിശക്തിയോഗ കൃതാ സ്നിഗ്ധൗതന പ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജ നിലയാവതനത്രയ സംയുത വജ്രാധികായുധോപേത ഡാമര്യാദിവിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുഡാന്ന പ്രീതമാനസ സമസ്ത ഭക്ത സുഖദ നാഗിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗദാ ചതുർവക്ത്ര മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർഭിത മേധോനിഷ്ഠാ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യന്യാ സക്തഹൃദയ കാകിനീ രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദന സക്തചിത്താ സാകിന്യംബാസ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാ നൈകരസിക ഹാകിനീ രൂപധാരിണി സഹസ്രദള പത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവൗദന പ്രീത ചിത്തായാഗിന്യംബാസ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുരോമചാർച്ചിത ബന്ധമോചിനി ഗർഭരാളകാം വിമർശരൂപിണി വിദ്യാവേദാദി ജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവവൃത്യ നിവാരിണി അഗ്രഗണ്യാചിന്യരൂപാ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർനിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാജീവാനാലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസനിലയാ മൃണാള മൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യാ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദരഹാസോ
തേജോജ്വലന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്ഥാദഹരാകാശരൂപിണി പ്രതിഭൻ മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹം ക്ലീങ്കാരി കേവലാ ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാ ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി സ്മൃതശേശ്വരി രക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂരതിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയ ഗൗരീ ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗധീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിതാ ലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധരാം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാ ജൈത്രീ ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗപരേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധാ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിച്ഛിന്ന സർവഗാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാചി ഗുരുമണ്ഡല രൂപിണി കുളോത്തീർണാഭകാരാധ്യ മായാ മധുപതിമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്തലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാ വസുധാ വൃഷ്ടി പാപാരണ്യതവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്തചിത്തഗേഘനാഘന രോഗപർവതംബോളെ മൃത്യുകാരൂഢാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ദിദിധര യജ്ഞരൂപ പ്രിയപ്രദ ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹദീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദാ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണി ന്യസ്തരാജ്യതോ ത്രിപുരേശി ജയത്സേന നിസ്ത്രൈഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കവർദിനി കലാമാല കാമധുക്കാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞ രസശേവധി പുഷ്ടാപുരാതന പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണ പരഞ്ജ്യോതി പരംധാമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപിണി വിശൃംഖല വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസൂ
മുകുന്ദ മുക്തി നിലയാ മൂല വിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മമൃത്യുചരാദത്ത വിശ്രാന്തിദായിനി സർവോപനിഷദുൽകൃഷ്ട ശാന്ത്യതീതകലാത്മിക ഗംഭീരാ ഗഗനാന്തസ്ഥാ ഗർഭിതാ ഗാനലോലുപ കൽപ്പനാരഹിതാ കാഷ്ടാകാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽ കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയാ ദൃശ്യ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാര ഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്തി യജമാന സ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷാധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠിപ്രിയ വീരാനൈഷ്കർമ്യാനാഥരൂപിണി വിജ്ഞാനകലനാ കല്യാ വിദഗ്ധാ ഭൈന്ദവാസനാം തത്വാധികാ തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപ സവ്യമാർഗസ്ഥ സർവാപദി നിവാരിണി സ്വസ്ഥാ സ്വഭാവ മധുര ധീരാധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദോദുഷ്ട കരുണാദിത്യപാടലാം ദക്ഷിണാരാധ്യാദരസ്മേര മുഖാംബുജ കാലിനി കേവലാനർഘ്യ കൈവല്യപദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദാ മനോമയീ വ്യോമകേശി വിമാനസ്ഥ വജ്രണി വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത പഞ്ചാധിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമ പ്രഖ്യാബാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധ മാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡത്വാതീതരൂപിണി അവ്യാച കരുണാമൂർത്തിരജ്ഞാനദ്വാന്ത ദീപിക ആപാലഗോപവിദുധ സഭാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തിക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാദേവ്യ നാംനാം സാഹസ്രകം ജഗു ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവി നമഃ. ഓം ശ്രീ വശിന്യാദിദേവതാർഷ്യ അനുഷ്ഠച്ഛന്ദ ശ്രീ ലളിതാ പരമേശ്വരി ദേവത. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാർത്ഥേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.